ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ കാര്യമായിട്ട് കിച്ചണിക്കൊന്നും ഇറങ്ങി പണിയെടുക്കാൻ നിന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടോ. ജസ്റ്റ് പോയി വരാനാണ്. കുറച്ച് ദിവസമായി പോയിട്ട് ഉമ്മാനും ഉപ്പാനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഉമ്മ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാനിങ്ങനെ നാളെ നാട് വരുമെന്ന് വിചാരിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇപ്പോൾ ഉപ്പല്ലല്ലോ കൂടെ. അപ്പം ഇന്ന് എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഉമ്മ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാതായപ്പോൾ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയാൽ ആദ്യത്തെ പണി എല്ലാ ചെടികളും ഒക്കെ നടന്നൊന്ന് നോക്കാന്ന് കേട്ടോ. എല്ലാ പ്രാവശ്യവും വീട്ടിൽ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ പോയതിൻ്റെ ശേഷം ഉള്ള കുറേ അതിഥികൾ ചെടികൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറേ സ്ഥാനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇപ്പോൾ പറയായിരുന്നു ഞങ്ങൾ ഇതുവരെ റീപോട്ടിങ്ങും പ്ലാന്റിങ്ങും ഒക്കെ ആയിരുന്നു പരിപാടി എന്ന്. ഇപ്പോൾ കയറിയിട്ടുള്ളൂ എന്ന് പറയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇപ്പോൾ കയ്യും കാലൊക്കെ കഴുകി സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫേൺ കണ്ടില്ലേ നിങ്ങൾ? എൻ്റെ പാഷ്യോയിലുള്ള ഫേണാണ്. എൻ്റെ അടുത്തുനിന്ന് തൈ കൊടുന്നിരുന്നു ഇപ്പം. പക്ഷെ അതിൻ്റെ ഒരു കരുത്ത് കണ്ടില്ല, നല്ല എന്താ പറയുക, പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കുമായിരുന്നു ആ ഒരു പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വെക്കുമ്പോൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കെയറിങ്ങും ഇവിടുത്തെ ഒരു കാലാവസ്ഥൻ്റെയും എല്ലാം കൂടെയാണ് കേട്ടോ. നല്ല ഗ്രോത്ത് ആയിരിക്കും ചെടികളൊക്കെ. അപ്പോൾ ഇതേ സാധനം തന്നെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതിൻ്റെ നാലിലൊന്നു പോലും ഗ്രോത്തും ആ ഒരു കാണാനുള്ള ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ചെടിക്കുണ്ടല്ലോ ഒരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ, അതും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടയ്ക്ക് ഒന്ന് നടന്ന് കാണും. താഴേക്ക് ഇറങ്ങിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മേലൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു വന്നപ്പോക്കിന് എൻ്റെ സിനു പറഞ്ഞു ഹൈലൈറ്റിൽ പിങ്ക് സൈൽ നടക്കുന്നുണ്ട്, നമ്മൾ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചു. ഡിസംബറിലാണ് വലിയ ആങ്ങളുടെ ഗഫൂറിൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പേരാട്ടോ വിളിക്കുക, കാക്കാ താത്ത വിളിയില്ല. ചെറിയ ആള് ഫൈസൽ മാത്രമാണ് ഞങ്ങളെ കാക്കാ താത്ത വിളിക്കാറുള്ളത്. പിന്നെ റിസിയാത്താന്നും റഹ്മത്താത്താന്നും അതേപോലെ ഗഫൂറാക്ക എന്നൊക്കെ വിളിക്കും. അല്ലാതെ ഞങ്ങൾ മൂന്നാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരാ വിളിക്കുക കേട്ടോ. വലിയ ബ്രദറിനെ ഗഫൂർ എന്നാണ് വിളിക്കുക, ഏട്ടത്തിൻ്റെ റഹ്മത്ത് എന്നാണ് വിളിക്കുക. അവളും ഞാനും തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ താത്ത അനിയത്തി എന്ന് പറയാനുള്ള പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേരാ വിളിക്കുക. അപ്പോൾ കാക്കാൻ്റെ മോൻ്റെ, അതായത് ഗഫൂറിൻ്റെ മോൻ്റെ കല്യാണമാണ് ഡിസംബറിൽ, ഈ മാസത്തിൽ. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അവരിങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി നോക്കാം, ഇവിടെ നല്ല ഡ്രസ്സുള്ളതും വേറെയൊക്കെ നോക്കി വെച്ച് വരാലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിക്ക് പോയിട്ടാണ്. ഇമ്മാക്ക് പർദ്ദയും എടുക്കണമായിരുന്നു. അപ്പം അങ്ങനെ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി വന്നു ഇന്നത്തെ ദിവസം. അതായിരുന്നു ഇപ്പം ഇന്ന് മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. അല്ലാത്ത വ്ളോഗിങ് ഒന്നും നടന്നില്ല. ഞാൻ ഇന്നലെ അമ്മാനോട് പറഞ്ഞിരുന്നു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് നാളെ അവിടുന്ന് വ്ളോഗ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഇതാണ് സംഭവിച്ചത്. ഇവിടെ വന്ന് അപ്പോൾ അവരൊക്കെ റെഡി ആവാൻ പോയി. അപ്പോൾ ആ ടൈമിന് ഞാൻ ചെടികളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോൾ താഴേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഉമ്മാൻ്റെ കിച്ചണൊന്ന് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും നീറ്റും ക്ലീനും ആണ് കേട്ടോ. എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നീറ്റും ക്ലീനായിട്ട് വെക്കുമ്മ. ഇവിടെ അങ്ങനെ ഇരിക്കാൻ നല്ലൊരു വൈബാട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല ചുറ്റുഭാഗം പച്ചപ്പും ചെടികളും അതേപോലെ തന്നെ കാറ്റും പുഴയും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു റിലാക്സ് ആവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. എപ്പോഴെങ്കിലുമൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല റിലാക്സേഷനാണ്. പക്ഷേ ഞാനവിടെ കാക്ക ഒറ്റയ്ക്കെല്ലാം എത്തിയിട്ടാണ് കൂടുതൽ വന്ന് നിൽക്കാത്തത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കാക്കാനോട് പറയും നമ്മൾ രണ്ടാളും കൂടി പോയി നിൽക്കാമെന്ന്. പക്ഷെ കാക്കാക്ക് ഇവിടുത്തെ കാര്യങ്ങളും പരിപാടി കഴിഞ്ഞുള്ള വരവും കുറച്ച് ദൂരം കൂടിയല്ലോ ഇപ്പോൾ. മറ്റേത് ആദ്യം എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഞങ്ങൾ കോട്ടക്കലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് പലരും വീഡിയോയിലൂടെ ചോദിക്കാറുണ്ട് അതാൻ്റെ വീട് എവിടെ ശരിക്കുമെന്ന്. സത്യത്തിൽ എന്നെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചു വളർന്ന വീട് എന്ന് പറഞ്ഞാൽ ജനിച്ചത് അവിടെ അല്ല, ഞാൻ ജനിക്കുന്ന സമയത്ത് ഉപ്പിയമ്മയൊക്കെ ദുബൈയിലാണ് കേട്ടോ. അപ്പോൾ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ട സമയത്ത്
എൻ്റെ ശരിക്ക് ഞാൻ വളർന്ന വീട് കോട്ടക്കലാണ്. കോട്ടക്കൽ ടൗണിൽ തന്നെയാണ് കേട്ടോ. റഹീമിൻ്റെ ഹോസ്പിറ്റൽ എന്ന് പറയുമല്ലോ, കോട്ടക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 10-15 വർഷം മുന്നായിട്ട് കൊളത്തൂപ്പറമ്പ് സ്ഥലം വാങ്ങിയിട്ട് അതിൽ 2 വീട് വെച്ചിട്ട് അങ്ങോട്ട് മാറുക ചെയ്തത്. അങ്ങാടി ഭയങ്കര ടൗണ് ഭയങ്കര കൺജസ്റ്റഡായി ഭയങ്കര റഷായി വന്നപ്പോൾ അങ്ങനെ മാറുക ചെയ്തു കേട്ടോ. കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാനും കളിക്കാനൊന്നും പറ്റാതായപ്പോൾ ആ വീട് ഇപ്പോഴും കോട്ടക്കൽ തന്നെ ഉണ്ട് കേട്ടോ, അതേ സ്ഥാനത്ത് തന്നെ ഉണ്ട്. അങ്ങനെ കൊളത്തൂപ്പറമ്പായിരുന്നു. പിന്നെ ഈ വീട് ഇപ്പം എപ്പോഴെങ്കിലൊക്കെ വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ട് പോലെ ചെയ്യിപ്പിച്ച വീടാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വന്ന് ഇപ്പം ഇമ്മയും ഇവിടെ തന്നെ ആയി. ചെറിയ ആങ്ങളെയും വൈഫും ഇപ്പയും ഉമ്മയും അവരെ കുട്ടിയുടെ ഇപ്പോൾ ഇവിടെ താമസിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ വെച്ചപ്പോൾ പിന്നെ അത് മെയിൻ്റെനൻസും ഒക്കെ കൂടായിട്ട് അവിടെ തന്നെ ആയിട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാണെങ്കിൽ എവിടെ എൻ്റെ വീടെന്ന് വെച്ചാൽ 3 പറയണം. കോട്ടക്കലും കൊളത്തൂപ്പറമ്പും പാണക്കാടും 3 എനിക്ക് വീട് തന്നെ കേട്ടോ. പോവാൻ ഇഷ്ടം പോലെ വീടൊക്കെ ഉണ്ട്, പോവാൻ കഴിയണില്ല എന്നേ ഉള്ളൂ. കാക്ക ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പോകാൻ പറ്റണില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ടൈം ഉണ്ടാക്കി പോകട്ടെ. ആദ്യമൊക്കെ കോട്ടക്കലായിരുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലും പോയിരുന്നു കേട്ടോ. അന്ന് കാക്ക ഫാക്ടറിക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ രാവിലെ കാക്കാൻ്റെ കൂടെ വരും, വൈകുന്നേരം കാക്ക പോകുമ്പോൾ എന്നെ കൂട്ടിയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റിലെത്തിയിട്ടാ. അപ്പോൾ ആദ്യം നോക്കാൻ നിന്നത് ചെരുപ്പാണ്. ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിൻ്റെ ഷോറൂമിലാണ് ആദ്യം കയറിയത്. അവിടുന്ന് സിനുവിനും ഉമ്മാക്കും ഉപ്പാക്കും ചെരുപ്പ് വാങ്ങി. ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ കാക്കല്ലാത്ത കാരണം ചെരുപ്പോ ഡ്രസ്സോ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ കാക്കക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ കാക്കുള്ള സമയത്ത് വാങ്ങാൻ എഴുതിയിട്ട്. പിന്നെ ഞാൻ അത്ര ബ്രാൻഡ് കോൺഷ്യസ് ഒന്നും അല്ല കേട്ടോ. ബ്രിക്ക് ആൻഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. ഒരു ചെരുപ്പിന് തന്നെ 10,000 രൂപേൻ്റെ മേലേക്കുള്ള ചെരുപ്പ് എവിടെ ഉള്ളൂ. പക്ഷെ ഞാനത്ര ബ്രാൻഡ് കോൺഷ്യസ് ഒന്നും അല്ല. എനിക്കൊരു ആവറേജിലൊക്കെ മതി. എനിക്ക് നല്ല കംഫർട്ടബിൾ ആവണം ചവിട്ടാൻ നല്ല കേട്ടോ. അത്ര ഭയങ്കര ബ്രാൻഡൊന്നും നോക്കിയെടുക്കണ പരിപാടിയൊന്നും എനിക്കില്ല. അപ്പോൾ ആദ്യം ചെരുപ്പ് നോക്കി, പിന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഹൈലൈറ്റിൽ പിങ്ക് സെയിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നല്ല ഓഫേഴ്സും ഉണ്ട്. പക്ഷേ ഈ ബ്രിക്ക് ആൻഡ് സ്റ്റോക്കിൽ ഇല്ല കേട്ടോ, ഓഫറൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചെയ്തു ഇവരെന്താ ഓഫർ ഇടാത്തതെന്ന്. അപ്പോൾ അവരങ്ങനെ ഓഫർ ഇടാറില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത്. ഈ ഒരു മോഡലിൽ ഇതല്ല വേറെ ഈ ഒരു മോഡലാണ് സീനുവിന് വാങ്ങിയത്. അവളിതാണ് എടുത്തത്. അവര് ഒരു ന്യൂ ലോഞ്ചാണ് തോന്നുന്നുണ്ട്. ഇതിന് 10K ആണ് റേറ്റ് വന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് ഞാൻ അത്ര അങ്ങോട്ട് പൈസ ചിലവാക്കാൻ എനിക്ക് മടിയാണ്. ഡ്രസ്സിനും അതേപോലെ ചെരുപ്പിനൊക്കെ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഇങ്ങനെ നടക്കണം. ആദ്യം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നല്ല പൈസ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിയിരുന്നു, ചെരുപ്പ് വാങ്ങിയിരുന്നു, ഒക്കെ വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഒന്നാമത് പാർട്ടി വെയർ ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുള്ളൂ. എനിക്കെപ്പോഴും ഇഷ്ടം കാഷ്വൽ വെയർ കോട്ടൺ ചുരിദാറൊക്കെ എടുക്കാനാണ്. ആദ്യമൊക്കെ കോട്ടൺ ചുരിദാർ ഇങ്ങനെ ഇട്ടിട്ട് എല്ലായിടത്തേക്കും പോകുമ്പോൾ ഈ കോട്ടൺ ചുരിദാർ ഇടുമ്പോൾ കാക്കക്ക് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. ഇപ്പോൾ മൂപ്പർക്ക് തന്നെ മനസ്സിലാക്കി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. എനിക്കൊരു കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഇതാവുമ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ഒരു സുഖമാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അവള് ചെരുപ്പ് സൈസൊക്കെ കറക്റ്റായിട്ട് കിട്ടിയവർക്ക്. പിന്നെ ഉമ്മാക്ക് എടുക്കാനാണ് പിന്നെ കുറച്ച് ടൈമായത്. പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ വല്ലാണ്ട് ഹീലും പറ്റൂല. പിന്നെ ഉമ്മ പറ്റേ പതിഞ്ഞ ചെരുപ്പാണ് ഇടാറുള്ളത് കേട്ടോ. ഇതിങ്ങനെ കുറച്ചൊരു ഹൈറ്റ് ഉണ്ട്, അങ്ങനെ സ്ലിപ്പാവൊന്നുമില്ല, പക്ഷെ കുറച്ച് കംഫർട്ടബിൾ ആവണം ഉമ്മാക്ക് കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞ് വീണാലോ എന്നൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇത് വാങ്ങി. പിന്നെ ഉമ്മാക്കുള്ള ചെരുപ്പ് സെലക്ട് ചെയ്യുന്ന പണിയായിരുന്നു കേട്ടോ. നല്ല നല്ല മോഡൽസൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിളാണ് ചവിട്ടാൻ. തീരെ വെയിറ്റ് ഇല്ലാത്ത ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. തീരെ എന്താ പറയുക, നമ്മളെ ക്രോക്സിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു റബ്ബർ പോലത്തെ, അതൊക്കെ തീരെ വെയിറ്റ് ഇല്ലാത്ത, എന്താ പറയുക, കാലും ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം ഇട്ടിട്ടുണ്ടോയെന്നും കൂടി അറിയാത്ത ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ റേറ്റാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത റേറ്റ്.
അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ട് പോവുക ചെയ്തത് കേട്ടോ. മറ്റേത് നമ്മളത് കൊണ്ട് ഇങ്ങനെ നടക്കണ്ട. ഞങ്ങൾ പോകുന്ന സമയത്ത് വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് പോവുകയാണ് ചെയ്തത്. ഉമ്മ കുറേ മോഡൽസൊക്കെ നോക്കിയിട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ കുറച്ച് ഞാൻ പറയായിരുന്നു ചെറുതായിട്ടൊരു ഐറ്റേ ഉള്ളൂ. പക്ഷെ ഉമ്മക്ക് അതിൽ കംഫർട്ടബിൾ ഇട്ട് നടന്നോളി ആർത്ത് അപ്പോൾ അങ്ങോട്ട് ശരിയായിക്കോളും എന്ന് പറയും. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനെ പറ്റ പതിഞ്ഞ് ചെരുപ്പൊക്കെ നല്ല ശീലമായിട്ടുണ്ടെങ്കിൽ നടക്കാനും ഉമ്മ നടന്നൊക്കെ നോക്കണം ചെരുപ്പിട്ടിട്ട്. ഞാനും ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ കാക്കല്ലാതെ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. എടുത്തിട്ടുണ്ടെങ്കിൽ കാക്കക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് യൂസ് ചെയ്യുന്ന സമ്മതിക്കൂല തന്നെ. ചില സംഗതികളൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിയിട്ട് തീരെ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. ആഗ്രഹിച്ച് വാങ്ങിയതായിരിക്കും. ഞാനിവിടെ സെമീറിൻ്റെ കല്യാണത്തിന് ഞാനൊരു എന്താ പറയുക ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാരിയിൽക്കൊക്കെ മൊബൈൽ കയ്യിൽ പിടിക്കുന്ന ഒരു ബാഗ് മോച്ചിൻ്റെ. നല്ല റേറ്റ് കൊടുത്ത് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയതായിരുന്നു. പക്ഷെ ഇന്ന് വരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാൻ കാക്ക സമ്മതിച്ചില്ലെങ്കിൽ കാക്കക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പം നമ്മൾ എടുത്തത് ഈ ഒരു പർപ്പിൾ പിങ്ക് പർപ്പിൾ പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, അതാണ് എടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അമ്മേൻ്റെ കാലുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിളും ആണ്. ഇനിയിപ്പോൾ 2 ദിവസം വീടിനകത്തോ ഒക്കെ ഇട്ട് നടന്നിട്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇടാം. അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ. അപ്പം അങ്ങനെ ചെരുപ്പെടുക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ഫുഡ് കഴിക്കണം. അത് നല്ല വിശക്കണുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും ഫീസിലും കൂടെ മക്ഡോണൽസിൽ നിന്ന് ബർഗറും ഇതൊക്കെ വാങ്ങാനായിട്ട് പോയി. ഞങ്ങളിവിടെ KFCയിൽ വന്നിട്ട് KFC ആണ് കേട്ടോ വാങ്ങിയത്. ഫൈസലുണ്ടാകുമ്പോൾ പിന്നെ കുട്ടികൾ അവന് ഏറ്റെടുത്തോളൂ കേട്ടോ. അവൻ്റെ അടുത്താകുമ്പോൾ കുറച്ച് അടങ്ങിയിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മാസിനായിട്ടൊന്നും ഒരു പരിപാടി നടക്കൂല കേട്ടോ. അപ്പോൾ മാസി ഫൈസലിൻ്റെ കൂടെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് ഗെയിം സെൻറ്റർ കയറ്റാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവരെ ഗെയിം സെൻറ്ററിൽ വിടണം. ഞങ്ങൾ ഹോം സെൻറ്ററിലൊക്കെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കുറച്ച് മിക്സിങ് ബൗളും ഒക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. വീഡിയോയിലൊക്കെ ഭംഗിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ അവരോട് പറയായിരുന്നു എനിക്ക് മിക്സിങ് ബൗളായിരുന്നു വേണ്ടത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഭയങ്കര ഓഫറൊക്കെ ഉണ്ട്. 14% 50% ഒക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഏത് ഓഫർ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച സാധനം കിട്ടണ്ടേ. അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഓഫർ ഉണ്ടെങ്കിലും വലിയ വില കുറവൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഹോം സെൻറ്ററിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡേർഡും ആ ഒരു എന്താ പറയുക സ്റ്റോക്കൊക്കെ പുതിയ സ്റ്റോക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് നല്ലൊരു ഇതായിരുന്നു. അപ്പം അതൊന്നും ഉണ്ട് തോന്നിയില്ല കണ്ടപ്പോൾ. കുറച്ച് പോട്സൊക്കെ ഉണ്ട്. ഞാൻ പോട്സൊക്കെ നോക്കിയപ്പോൾ തെല്ലും മോനെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. സെറാമിക്കിൻ്റെ പോട്ടൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒരു ഫിനിഷിങ് ഉള്ളതോ ഒന്നും തോന്നിയില്ല. അപ്പം അതൊന്നും വാങ്ങിയില്ല. ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടാണ്. ചിലതൊക്കെ ഭയങ്കര റേറ്റുമാണ്. അപ്പം അങ്ങനെ പോട്ടിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ പറയായിരുന്നു ഇത് ഈ റേറ്റിനാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒക്കെ എന്ത് റേറ്റിന് കൊടുക്കണമെന്ന്. അത്രയും നല്ല ജീവനുള്ള ചെടികളാണ് നമ്മളതൊക്കെ. ഇതൊക്കെ ജീവൻ പോയിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഗ്ലാസിൻ്റെ സെക്ഷനിലും ഒക്കെ ഒന്ന് കറങ്ങി. സിനുവിൻ്റെ അമ്മ ജ്യൂസ് ഗ്ലാസ് വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു. അവൾ ഉമ്മക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയായിരുന്നു എന്ത് ഓഫർ എന്നായി പറഞ്ഞതെന്ന്. സിനുവിന് പിന്നെ 40% 50% എന്നൊക്കെ കേട്ടാൽ പിന്നെ അതൊക്കെ ഭയങ്കര സംഭവമാണ് അവൾക്ക് കിട്ടുക. അവൾ ഓഫർ എന്നും പറഞ്ഞിട്ട് ഓടും. ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസുമാണ്. പാവമാണ് കേട്ടോ. ആൾ ഭയങ്കര സാധുവാണ്. അപ്പോൾ ബേക്കിംഗ് സെക്ഷനിലൊക്കെ ഭയങ്കര നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊന്നും വാങ്ങിയില്ല. ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ട്രിപ്പിൾ എജിൻ്റെ ഒരു കടായി വാങ്ങിയിട്ട് ചെറിയൊരു കടായി. ഞാൻ നമ്മൾ പപ്പടം വറുക്കലൊക്കെ അപ്പച്ചട്ടി പോലത്തെ ഒരു ചട്ടിയിലാണ് നോൺ സ്റ്റിക്കിൻ്റെ. അത് അപ്പച്ചട്ടിയിൽ തന്നെയാണ് പപ്പടം വറുക്കൊക്കെ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ അയണ്ട ഒരു ചെറിയ കടായി ഉണ്ട്. അത് ഞാൻ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് ഒരു പിടിയില്ല. ഇനിയിപ്പോൾ ശശിയേട്ട വരുമ്പോൾ എനിക്ക് റൂമിൻ്റെ മുകളിൽ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് പാത്രങ്ങളാണ്. പിന്നെ കിച്ചൻ്റെ മുകളിലൊരു സ്റ്റോറേജ് ഉണ്ട്. അതിലും കുറേ നമ്മൾ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്. ഇപ്പോൾ ആ കൂട്ടത്തിൽ വെച്ചതാണോ എന്താ അറിയില്ല. ആ ഒരു കടായി ഞാൻ എവിടെ വെച്ചൊരു പിടിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ അപ്പച്ചട്ടിയിൽ പപ്പടം വർക്കൊക്കെ ചെയ്യുക.
അപ്പോൾ അതിന് എനിക്കൊരു ചെറിയ കടായി വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങി, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. പിന്നെന്താ, ഉമ്മാക്ക് ടേബിൾ മാറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ ആ ഒരു ഗ്രീനും പർപ്പിളൊക്കെ ആയിട്ടുള്ള അത് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മെലാമിൻ്റെ കേട്ടോ അതും വാങ്ങിയിട്ടാ. നല്ല നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, പേസ്റ്റൽ ഷെയ്ഡൊക്കെ ആയിട്ട്. അപ്പോൾ അത് രണ്ടും ചെറിയ ബൗൾസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാനും, അതേപോലെ തന്നെ ആ തട്ടിൽ വല്ല സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതും വാങ്ങി. അങ്ങനെ ഹോം സെൻറ്ററിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എനിക്ക് ഞാൻ വിചാരിച്ച സംഭവം ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവർ രണ്ടാളും ട്രെയിനിലൊക്കെ കയറി നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ. അവർക്ക് നല്ല സന്തോഷമായിട്ടുണ്ടെന്ന്. രണ്ടാളും വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ ഒന്നിച്ച് കൂടിയപ്പോൾ നല്ല ഹാപ്പി. ഗെയിം സെൻറ്ററിലൊക്കെ കയറി ഇഷ്ടംപോലെ ഗെയിമൊക്കെ കളിച്ചു. ഇപ്പോൾ ട്രെയിനിലും ഒക്കെ കയറി അവർ നല്ല ഹാപ്പി കേട്ടോ. ഇനിയിപ്പം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി മർക്കസ് കോംപ്ലക്സ് പോയിട്ട് ഉമ്മാക്ക് പർദ്ദെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ചെരുപ്പ് നമ്മൾ വാങ്ങിയത് തിരിച്ച് വാങ്ങിയിട്ട് തിരിച്ച് പോകാനാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇനി നാളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ 100 ദിവസത്തെ വ്ളോഗ് എന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഒഴിവാക്കണ്ടെന്ന് കരുതിയിട്ട് അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുകയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ ഇനി ഈ ഷോപ്പിൽ വാങ്ങി വെച്ചിട്ടുള്ള ചെരുപ്പുണ്ടല്ലോ അത് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അമ്മക്ക് പർദ്ദെടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഈ വീഡിയോ ഒന്നും കിട്ടിയില്ലെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ ഇനി നാളെ വീണ്ടും ഒരുപാട് നല്ല നല്ല റെസിപ്പീസും ടിപ്സും ട്രിക്സും ക്ലീനിങ്ങും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.